ഗോൾഡൻ ഫുഡ് പ്രിൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബഹുമാനപ്പെട്ട എബ്രഹാം തോണിപ്പാറ അച്ഛനെയാണ്. പൗരോഹിത്യത്തിൻ്റെ 57 വർഷം ഇന്ന് പൂർത്തിയാക്കുന്ന ജീവിതമാണ് അച്ഛൻ്റേത്. വളരെ സൗമ്യനും ശാന്തനും ഒരുപാട് സ്നേഹനിധിയുമായ വൈദിക ശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട എബ്രഹാം തോണിപ്പാറ അച്ഛൻ. പൗരോഹിത്യ ജീവിതത്തിൽ 25 വർഷക്കാലം സെമിനാരി വിദ്യാർത്ഥികളുടെ ഫോർമേഷനിലും 25 വർഷക്കാലം ഇടവക അജപാലന ശുശ്രൂഷയിലും ഔദ്യോഗികമായി വിരമിച്ചതിന് ശേഷം രൂപതയുടെ ധ്യാനകേന്ദ്രമായ മദർ ഹോമിലും ശുശ്രൂഷ ചെയ്ത് തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ 57 വർഷം വളരെ സുദീർഘമായി പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട തോണിപ്പാറ അച്ഛൻ ഏവർക്കും വലിയ മാതൃകയാണ്. അച്ഛൻ സെമിനാരി പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്ന 25 വർഷക്കാലങ്ങളിൽ ഒരുപാട് വൈദ്യ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായി, മാതൃകയായി അവരെ നല്ല ശിക്ഷണം നൽകി വളർത്തി. ഇന്ന് അതിൽ പലരും അച്ഛനെ കാണുവാനും അച്ഛൻ്റെ അടുത്ത് വീണ്ടും സംസാരിക്കുവാനും അച്ഛന്മാർ ധാരാളമായി ഇവിടെ വരാറുണ്ട്. വൈദിക പട്ടം സ്വീകരിക്കാൻ സാധിക്കാത്ത കുറേയേറെ അച്ഛൻ്റെ വിദ്യാർത്ഥികൾ ഇന്നും അച്ഛനെ നെഞ്ചോട് ചേർത്ത് അച്ഛൻ എല്ലാ വർഷവും അവരുടെ കൂട്ടായ്മ ഉണ്ടാവുകയും അച്ഛനെ അതിൽ ക്ഷണിക്കുകയും ആ ഒരു നല്ല ബന്ധം അച്ഛനുമായിട്ട് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ ബഹുമാനപ്പെട്ട തോണിപ്പാറ അച്ഛനെ നമുക്ക് ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടുകയും കാണുകയും ചെയ്യാം. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് 57 വർഷം പൂർത്തിയാക്കുകയാണ് അച്ഛൻ വൈദിക വൃത്തിയിൽ. ആ ഓർഡിനേഷൻ ഡേയുടെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ അച്ഛന് നേരുകയാണ്. താങ്ക് യു. അച്ഛൻ്റെ വൈദിക ജീവിതത്തിൽ അച്ഛൻ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് സെമിനാരിയിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അച്ഛൻ അവിടെ സെമിനാരിയുടെ റെക്ടറായും അതുപോലെ തന്നെ സ്പിരിച്വൽ ഫാദറായും അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എന്താണ് ആ ഒരു സ്പിരിച്വൽ ഫാദർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെമിനാരി ലൈഫിനെ പറ്റി ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ 2 സെമിനാരികളിലായിരുന്നു. ആദ്യം തലശ്ശേരി മൈനർ സെമിനാരിയിൽ ഒരു 13 വർഷം ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. എൻ്റെ ആ ഏറ്റവും ചെറുപ്പകാലത്ത്. ആ 13 വർഷങ്ങളിൽ 5 വർഷം ഞാൻ സ്പിരിച്വൽ ഡയറക്ടറായിരുന്നു. ബാക്കി 8 വർഷങ്ങൾ അവിടുത്തെ റെക്ടറുമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. സെമിനാരി ജീവിതത്തിൽ മൈനർ സെമിനാരിയിലെ ഫോർമേഷനും മേയർ സെമിനാരിയിലെ ഫോർമേഷനും രണ്ടും വളരെ വ്യത്യസ്തമാണ്. മൈനർ സെമിനാരിയിൽ 10, 15, 16, 17 വയസ്സുള്ള പ്രായമുള്ള ടീനേജേഴ്സാണ് സെമിനാരിയിലേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ ആ വളർച്ചയിലും അവരുടെ ബൗദ്ധികമായ വളർച്ച ഒരു വശത്ത്, ആധ്യാത്മിക വളർച്ച മറുവശത്ത്, ഇത് രണ്ടും പരിപോഷിച്ച് കൊണ്ടുപോകണം നമ്മൾ. അപ്പം ശരീര വളർച്ചയും നോക്കണം, കാരണം വളരുന്ന പ്രായമാണ്. അപ്പോൾ ഒരു അമ്മ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ ഉള്ളൊരു സ്നേഹവും സൗഹൃദവും താല്പര്യവും കരുതലും നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ അവർ വളരുകയുള്ളൂ. എൻ്റെ അനുഭവത്തിൽ തീർച്ചയായിട്ടും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വിജയിച്ചെന്ന് പൂർണ്ണമായും പറയുന്നില്ല, ഇപ്പോൾ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഗുരുപതൻ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയായിരുന്നു. തൃശ്ശിനാപ്പള്ളിയിലുള്ള സെൻറ്റ് പോൾ സെമിനാരിയിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ വൈദിക വിദ്യാഭ്യാസം ഞാൻ പൂർത്തീകരിച്ചത്. അത് ഈശോ സഭക്കാർ നടത്തുന്നൊരു സെമിനാരി ആയിരുന്നു. നിങ്ങൾക്കറിയാവുന്ന ഒരു ഈശോ സഭക്കാർ പഠനരംഗത്തും അതുപോലെ തന്നെ പരിശീലന രംഗത്തും ഏറ്റവും വിദഗ്ധനാണ്. എനിക്ക് ആ ഭാഗ്യം ലഭിച്ചു. ഇന്നും എൻ്റെ ദൈവവും മാതാപിതാക്കന്മാരും ഉള്ളപ്പിതാവും കഴിഞ്ഞാൽ എൻ്റെ പൗരോഹിത്യത്തിനെ ഏറ്റവും സഹായിച്ചത് അവരുടെ പരിശീലനമാണ്. അവരുടെ മോട്ടോ തന്നെ ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി അതായിരുന്നു. സ്വാതന്ത്ര്യം ഉപയോഗിക്കേണ്ട രീതി റെസ്പോൺസിബിളായിട്ട്, അതായത് ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി. ഞങ്ങളിന്ന് 18-19 പിള്ളേരായിട്ടാണ് യുവാക്കളായിട്ട് ചെല്ലുന്നത്. ആ സമയത്ത് അവർ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മറ്റേത് സെമിനാരിയേക്കാൾ സ്വാതന്ത്ര്യം ലഭിച്ചവരാണ് ഞങ്ങൾ. സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ റെസ്പോൺസിബിളായിരിക്കണം. നമ്മൾ ഇത്രയും കൊടുക്കണം, അവർക്ക് കൊടുക്കണം, നമ്മൾ കൊടുക്കേണ്ടി വരും. അവരും അങ്ങനെയായിരുന്നു. ഞാൻ ഓർക്കുന്നവർ ജർമ്മൻകാരെ അച്ഛന്മാരുണ്ടായിരുന്നു, ബെൽജിയംകാരുണ്ടായിരുന്നു, ഇറ്റലിക്കാരുണ്ടായിരുന്നു. ആ മിഷണറിമാരായിരുന്നു അവരൊക്കെ. വലിയ മിഷണറിമാരായിരുന്നു. വളരെ ത്യാഗപൂർവ്വം ജീവിച്ചവർ, സ്നേഹപൂർവ്വം ജീവിച്ചവർ, ഞങ്ങളുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധ പറിച്ചവർ. അപ്പോൾ അവരുടെ ജീവിത മാതൃക തന്നെ ഞങ്ങൾക്ക് വളരെ സ്വീകാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു, അതായത് ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി
എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചു. അത് എൻ്റെ സെമിനാരിക്കാർക്ക് നൽകുവാൻ ഞാൻ അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്നു, നമ്മളൊക്കെ ബലഹീനരായ മനുഷ്യരാണ്, പൂർണ്ണ വിജയിച്ചെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും കൂടെ അത് നൽകുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെമിനാരിയിലെ പ്രധാനമായിട്ടും അവിടെ നമ്മൾ ആധ്യാത്മിക കാര്യങ്ങളോടൊപ്പം തന്നെ ഭൗതിക കാര്യങ്ങൾ പഠിപ്പിക്കും. +2 പഠിപ്പിക്കുന്നുണ്ട് അവിടെ. ആദ്യം കുറേ ഇംഗ്ലീഷും ലാറ്റിനൊക്കെ പഠിപ്പിക്കും. അതിനുശേഷമാണ് നമ്മൾ സ്പിരിച്വൽ ലൈഫിലേക്ക് പോകുന്നത്. അപ്പോൾ ആ പ്രാഥമികമായ പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്ന അവിടെയാണ്. ഒരു പക്ഷേ ഒരു വൈദികൻ എന്നുള്ളതിൽ ഞാൻ പറയും, എനിക്ക് മനുഷ്യന്മാരിൽ ലഭിച്ച ആ പ്രാഥമിക പഠനങ്ങളും ഒപ്പം അതിനെ പ്രോത്സാഹിപ്പിച്ച് പൂർത്തീകരിച്ച സെമിനാരിലെ പഠനങ്ങളും പരിശീലനങ്ങളും ഏറ്റവും എന്നെ സഹായിച്ചത്. ഒരു വൈദികനാകുന്നത് തന്നെ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ സ്നേഹിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനും വേണ്ടിയാണ്. അതൊരു ആധ്യാത്മികമായ ഒരു പ്രവർത്തനം തന്നെയാണ്. ഈശോ പഠിപ്പിച്ചതും അതുതന്നെയാണ്. അപ്പോൾ അങ്ങനെ ആധ്യാത്മികരായ വൈദികരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് വൈദിക പരിശീലനത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. ഒപ്പം അവർ ഈ ആധുനിക ലോകത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് അതിൻ്റെതായ പരിശീലനവും അറിവുകളൊക്കെ നേടിയെടുക്കണം. അതുകൊണ്ട് തന്നെ അവർ ഗ്രാജുവേറ്റ്സായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ്സായിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഫിലോസഫി, തിയോളജി മുതലായ ശാസ്ത്രങ്ങൾ നമ്മളവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു സമഗ്രമായ വ്യക്തിത്വ വികസനത്തിൻ്റെ ഭാഗമാണ്. ഒരു വശത്ത് ആധ്യാത്മികമായ പഠനങ്ങളും പരിശീലനങ്ങളും, മറുവശത്ത് ബൗദ്ധികമായ അറിവുകളും പഠനങ്ങളും ആയിട്ട് പരിശീലനമായിട്ട് പോകുന്നു. അച്ഛൻ 25 വർഷം, ഇപ്പം 57 വർഷം പൂർത്തിയായി. അതിൽ 25 വർഷം ഇടവകയിലും 25 വർഷം സെമിനാരിയിലുമായിരുന്നു. ഏതൊക്കെ പള്ളികളിലാണ് അച്ഛൻ ഉണ്ടായിരുന്നത്? ഞാൻ 9 ഇടവകളിലാണ് സേവനം ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോഴത്തെ തലശ്ശേരി, മാനന്തവാടി, താമരശ്ശേരി രൂപതകളായിട്ട് 3 രൂപതകളിൽ സേവനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. കാരണം ആദ്യകാലത്തുള്ള 6 ആയിരുന്നതുകൊണ്ട്. മാനന്തവാടിയിൽ ആരംഭിച്ച് പിന്നെ അവിടുന്ന് കുറ്റിയാടി അടുത്തുള്ള കുണ്ടുതോട് എന്ന പള്ളിയിലാണ് ഞാൻ ആദ്യമായിട്ട് വികാരിയായിട്ട് പോകുന്നത്. മാനന്തവാടി 2 മാസം അസ്തന്തിയായിരുന്നു. 3 വർഷം അവിടെ ഞാൻ വികാരിയായിട്ട് സേവനം ചെയ്തു. അതിനുശേഷം സെമിനാരിയിലേക്ക് പിതാവ് എന്നെ നിയമിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഒരു 13 വർഷങ്ങൾ തലശ്ശേരി സെമിനാരിൽ തന്നെയായിരുന്നു. അതിനുശേഷം കിളിയന്തറ, പേരാവൂര്, ആലക്കോട്, നെല്ലിക്കാമ്പൂര്, കരിക്കോട്ടക്കരി, പാലാവയൽ, വെളിമാനം, ഈ 8 ഇടവുകളിലാണ് ഞാൻ ആകപ്പാടെ സേവനം ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ ആലുവ സെമിനാരിലേക്ക് പരിശീലനത്തിനായിട്ട് മാറുന്നത്. അച്ഛനുണ്ടായിരുന്ന ഇടവകയിലെ അംഗങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അച്ഛനൊരു ലവിങ് പാസ്റ്ററായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് ജനങ്ങളെ കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരിടയനായിട്ട്. എങ്ങനെയാണ് ജനങ്ങൾക്കത് പറയാനായിട്ട് സാധിക്കുക അച്ഛാ? ഞാനീ പറഞ്ഞ ആദ്യത്തെ എന്നെ സ്വാധീനിച്ച തത്വമുണ്ടല്ലോ, ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ആ സ്വാതന്ത്ര്യവും ഒപ്പം ഉത്തരവാദിത്വ ബോധവും സെമിനാരിക്കാർക്ക് ഞാൻ കൊടുത്തതുപോലെ തന്നെ ഇടവുകാർക്കും കൊടുത്തിരുന്നു. ഞാൻ ഒരിക്കലും ഒന്നും ആളുകളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവരുടെ താല്പര്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടമനുസരിച്ച് നേടാന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ നയിച്ചുകൊണ്ടിരിക്കും, അവരുടെ ഇഷ്ടം പറയും. പക്ഷേ തീർച്ചയായിട്ടും വികാരി എന്നുള്ള നിലയിൽ അതിനെ നിയന്ത്രിക്കാൻ, നയിക്കാനൊക്കെ ചുമതലയുണ്ട്. ആ രീതിയിൽ മാത്രം മുന്നോട്ട് പോവുക. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2-3 ചെറിയ പള്ളികളും 2-3 പള്ളിമുറികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ ഒരിക്കലും നിർബന്ധ പിരിവിട്ടിട്ടില്ല. ഒരു സ്ഥലത്തിട്ടിട്ടില്ല, നിർബന്ധ പിരിവിട്ടിട്ടില്ല. ഞാൻ ചെയ്തുകൊണ്ട് നിർമ്മാണ മേഖലയിൽ അച്ഛൻ ഒരിക്കലും ഒരു ബേർഡനായിട്ട് ആളുകൾക്ക് തോന്നാൻ സാധ്യതയില്ല. കാരണം ആവശ്യമുള്ളത് ഞാൻ തുടങ്ങാറുള്ളൂ. അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ പാടുള്ളൂ. കാരണം ഈ കുടിയേറ്റ ജനത കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്, അന്ന് ജീവിച്ച് ഇന്നും ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരെ അമിതഭാരം ഏൽപ്പിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത്. അതേസമയം തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പള്ളിമുറി ഞാൻ പണിയുന്നു. ആളുകൾ ആവശ്യപ്പെട്ട പണിയുള്ളതല്ല. ഞാൻ ഒരിക്കലും പള്ളിമുറി പണിയെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. കാരണം അച്ഛൻ താമസിക്കാനുള്ള പള്ളിമുറി ആളുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ശരി നമുക്ക് ആലോചിക്കാമെന്ന് പറയും. ആലോചിച്ചു തീരുമാനമെടുത്തു. അപ്പോൾ ഒരു എസ്റ്റിമേറ്റും പ്ലാനും ഉണ്ടാക്കുന്നു. ഇത്രയും എസ്റ്റിമേറ്റ് ആണ് നമ്മുടെ, ഇത്രയും ചിലവാകും. ഇതിന് നമ്മളിത് എങ്ങനെയാണത് സംഘടിപ്പിക്കുക എന്നൊക്കെ പുറത്തും കിട്ടാൻ സാധ്യതയില്ല. ഇടവക തന്നെ സംഘടിപ്പിക്കണം. അപ്പോൾ അതിന് കമ്മിറ്റിക്കാരെ കൂട്ടി ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കും. സാധാരണ ഓരോ വീട്ടുകാർക്കും കൊടുക്കാവുന്ന പൈസയുടെ. പക്ഷേ ഒരിക്കലും ഞാൻ കമ്മിറ്റിക്കാരെ പിരിവിന് വിടുകയില്ല. ഞാൻ നേരിട്ട് പോകും. വീട്ടിൽ പോയിട്ട് ഇത് നമ്മുടെ പള്ളിമുറിയുടെ കാര്യം അറിയാമല്ലോ, ഇത്രയും പൈസ നമുക്ക് ചിലവുണ്ട്,
അതിൽ ചേട്ടനെ കൊണ്ട് ഇത്രയും തരാൻ പറ്റുമെന്നാണ് കമ്മിറ്റിക്കാർ പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ചേട്ടൻ ഇത്ര തരാൻ പറ്റുമോ, പറ്റുമെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ എത്ര തരാൻ പറ്റും, ഓക്കെ. അത് ചിലപ്പോൾ ഞാൻ ചേട്ടനോട് ചേട്ടാ ഇതെങ്ങനെയാണ് ഇച്ചിരി തരാൻ പറ്റിയെന്ന് ചോദിക്കുക, അത് വേറെ കാര്യം. പക്ഷേ അത് അങ്ങനെ എൻ്റെ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പ്രവർത്തിച്ച ഒരു സ്ഥലത്തും കുടിശ്ശിക ഉണ്ടായിട്ടില്ല, കുടിശ്ശിക ഉണ്ടിട്ടില്ല. അവരിഷ്ടപ്പെട്ട് തരുന്നു, ഞാൻ കൊണ്ട് പണിയിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. അതായത് കുടിയേറ്റ ജനതയുടെ വിഷമങ്ങൾ മനസ്സിലാക്കിയ അച്ഛൻ കുടിയേറ്റ ജനതയുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ഈ കുടിയേറ്റ ജനതയുടെ വിഷമം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ ഇടവക ജീവിതം ആരംഭിക്കുന്നത് മാനന്തവാടിയിലാണെങ്കിൽ 3 മാസമേ അസന്ധ്യ ആയിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ വികാരിയായിട്ട് കൊണ്ടുപോയി പോവുകയാണ്. അത് 1967 ജൂൺ മാസത്തിലാണ് അങ്ങോട്ട് പോകുന്നത്. അന്നത്തെ കാലത്ത് പറഞ്ഞാൽ അത് കുടിയേറ്റത്തിൻ്റെ 2ാം ഘട്ടമാണ്. പാവപ്പെട്ട മനുഷ്യർ, അവർക്ക് പട്ടിണിയും പരിവട്ടവും രോഗങ്ങളുമാണ് അവിടെ മിച്ചമാക്കിയുള്ളത്. അപ്പോൾ അവരുടെ ഇടയ്ക്കാണ് ഞാൻ ജീവിതം ആരംഭിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊത്ത് അവരെപ്പോലെ ജീവിക്കുന്നു. 14 കിലോമീറ്റർ നടക്കണം ബസ് കയറണമെങ്കിൽ അവരോട് കൂടി ഞാനും നടക്കും, നമ്മൾ നടക്കും, പ്രശ്നമില്ല. അപ്പോൾ ആ ദാരിദ്ര്യവും സങ്കടവും ദുഃഖവും കണ്ടു വളർന്നവനെ ഞാൻ. തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് ചെറിയ ഇടവകയായിരുന്നു, 100 വീട്ടുകാരുണ്ടായിരുന്നുള്ളൂ. ഓരോ വീട്ടുകാരും എൻ്റെ സ്വന്തം കാര്യം പോലെയായിരുന്നു. എനിക്ക് അത്രമാത്രം ചെറുപ്പമാണ്, എല്ലാ വീട്ടിലും പോകാൻ സാധിക്കും, നമ്മൾ ബന്ധപ്പെടും. അങ്ങനെയുള്ള ഒരിടവകയിൽ ജീവിക്കുമ്പോൾ അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. കാരണം നമ്മൾ പുറമേ വരെയും കാണുമ്പോൾ അവർ വലിയവരും പണമുള്ളവർക്കായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അവരുടെ ഉള്ളിലേക്ക് കടന്നു വീഴുമ്പോൾ അവർക്ക് അവരുടെ ദുഃഖങ്ങളും പ്രാരബ്ധങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ ഒരു പോളിസി, എൻ്റെ തത്വം ഇതാണ്: നമുക്ക് ആവശ്യത്തിന് കാര്യങ്ങൾ നടക്കണം, അത്യാവശ്യത്തിന് കാരണത്തോടെ നടത്താവുള്ളൂ. വെറുതെ ആവശ്യമില്ലാതെ കാഴ്ചപ്പാടിന് വേണ്ടിയിട്ട് കെട്ടുകാഴ്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ധാരണ എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കാരണവശാലും ആരെയും ഭേദം ചെയ്യിക്കാതെയാണ് ഞാൻ ഏത് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇത്രയും നേരം നമ്മൾ അച്ഛനോട് സംസാരിച്ച സമയത്ത് അച്ഛൻ ഒരുപാട് സമയം ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അച്ഛൻ്റെ ജീവിതത്തിൽ സെമിനാരി പഠനകാലത്ത്, പിന്നീടുണ്ടായ സെമിനാരി ഇടവക ജീവിതകാലത്തിലൊക്കെ അച്ഛൻ ജീവിച്ച് മന്ത്രിച്ച് വിജയിച്ച ഒരു വാക്ക്. ഈ കാലഘട്ടത്തിലുള്ള വൈദികാർത്ഥികളോട്, നവവൈദികരോട് അച്ഛൻ ഈ മന്ത്രം എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കും, അവരുടെ വൈദിക ജീവിത വിജയത്തിന് വേണ്ടിയിട്ട്? പറഞ്ഞു കൊടുക്കാനേ സാധിക്കൂ. പ്രാവർത്തികമാക്കേണ്ടത് ഓരോരുത്തരുമാണ്. ഉറപ്പായി. കാരണം ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇന്നത്തെ കാലഘട്ടം ഒത്തിരിയേറെ മാറിയിരിക്കുന്നു. ഞാനത് മനസ്സിലാക്കണം. കാലഘട്ടം മാറിയിരിക്കുന്നു. അന്നത്തെ ചിന്താഗതികളോ പ്രവർത്തന രീതികളോ ശൈലികളോ ഒന്നുമല്ല ഇന്നുള്ളത്, വ്യത്യസ്തമാണ്. അപ്പോൾ പക്ഷേ ഇത് സത്യമെന്ന് നിലനിൽക്കും. ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി, ഒരു മനുഷ്യ ജീവിതം വിജയിക്കണമെങ്കിൽ ഈ സത്യം അംഗീകരിച്ചാൽ മതിയാവും. അതിന് സ്വാതന്ത്ര്യം വേണം. നമ്മളതിന് അടിമകളല്ല. ദൈവത്തിൻ്റെയും സ്വാതന്ത്ര്യമുള്ള ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യമുള്ള മക്കളാണ് നമ്മൾ. മനുഷ്യരും അങ്ങനെ തന്നെയാണ്, അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ആ സ്വാതന്ത്ര്യം അവിടെ നിൽക്കുക. ഒപ്പം നമുക്ക് ഉത്തരവാദിത്വങ്ങളുമുണ്ട്. സ്വാതന്ത്ര്യം കൂടുമ്പോൾ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കും ഇത് കാര്യമൊക്കെ. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ കാലം മാറുമ്പോൾ വ്യത്യാസങ്ങളൊക്കെ വരും, ഒരു സംശയമില്ല കാര്യത്തിൽ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ലഭിച്ച ആ വിശ്വാസവും ആ നന്മയും ഒരു വശത്ത്, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പരിശീലനം കൂടെ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ നല്ലവരായിട്ട് തന്നെ മാറും, ഒരു സംശയമില്ല. അതേസമയം ഇതിനൊക്കെ നമുക്കൊരു തുറന്ന മനസ്ഥിതി വേണം താനും. അതായത് അധികാരികൾ പറയുന്നത് ശ്രവിക്കാനും കേൾക്കാനും അംഗീകരിക്കാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു തുറന്ന മനസ്സ് വേണം നമുക്ക്. ആധുനിക തലമുറയ്ക്ക് മാറ്റങ്ങളുണ്ട്. അത് ഞാൻ അവരെ ഒരിക്കലും റൈറ്റ് ആൻഡ് ലെഫ്റ്റായിട്ട് കുറ്റപ്പെടുത്തുകയില്ല. കാരണം കാലം മാറിയ കാലമാണ്, രീതികൾ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ എന്നാലും സനാതന സത്യങ്ങൾ അതേപോലെ നിലനിൽക്കും. യേശു പഠിപ്പിച്ച സത്യങ്ങൾ സനാതനമായതുകൊണ്ടാണ് ഇന്ന് നിലനിൽക്കുന്നത്. സഭ സനാതനമാണ്, അതുകൊണ്ട് സഭ ഇന്നും നിലനിൽക്കുന്നു. അപ്പോൾ നമ്മൾ സനാതനമാകുമ്പോൾ മാത്രമേ അന്ന് സത്യങ്ങൾ നിലനിൽക്കുകയുള്ളൂ. ഒരു വൈദികൻ അഭിഷിക്തനാകുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, അവർക്ക് വേണ്ടി മാത്രമാണ്, ഒരിക്കലും അവന് വേണ്ടിയല്ല. ഞാൻ പലപ്പോഴും അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു, ഈശോ തനിക്കിഷ്ടമുള്ളവരെ വിളിച്ചു. പക്ഷേ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ അവൻ മാറ്റിവെച്ചേ മതിയാവും. ആദ്യം അപ്പോസ്തലന്മാരെ വിളിച്ചപ്പോൾ ഈശോ വിളിച്ചു, ഇഷ്ടപ്പെട്ടാണ് വിളിച്ചത് അവരെ. ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമായി.
പക്ഷേ വിളി കേട്ട് കഴിഞ്ഞവൻ അവൻ്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെക്കണം, ഈശോയുടെ ഇഷ്ടത്തിലേക്ക് യോജിപ്പിക്കണം. ഈശോയുടെ ഇഷ്ടത്തിലേക്ക്, എന്നെ ഇഷ്ടപ്പെട്ട എൻ്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ എന്നെ യോജിപ്പിക്കുമ്പോൾ ആ ഇഷ്ടത്തിന് വിലയുണ്ടാകുന്നു, പൂർണ്ണമായ ഒരു മാറ്റം വരുന്നത്. അത് ഈശോയുടെ ഇഷ്ടമായി മാറുകയാണ്. ആ ഈശോയുടെ ഇഷ്ടം നമ്മൾ മനനം ചെയ്ത് അത് ഡിസേൺ ചെയ്യുക, നമ്മൾ പറയുക ഡിസേൺ ചെയ്യുക, പ്രാർത്ഥിച്ചും ചിന്തിച്ചും ആലോചിച്ചും ചോദിച്ചുമാണ് നമ്മൾ ഡിസേൺ ചെയ്യുക. എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഒരിക്കലും തെറ്റാറില്ല. കാരണം ദൈവത്തോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനം ലഭിച്ച് നമ്മുടെ ബുദ്ധിയും നമ്മുടെ അറിവും വെച്ച് നമ്മൾ ചിന്തിച്ചിട്ട് അറിവുള്ളവരോട്, നമ്മളെക്കാൾ അറിവുള്ളവരോട് ചോദിച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനം ഒരിക്കലും പാടാൻ വഴിയില്ല, പാളിപ്പോവുകയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്ര നല്ല രീതിയിൽ നല്ല തുറവിയായിട്ട് ഇങ്ങനെ അടിസ്ഥാനപരമായി വിശ്വാസത്തിൽ തന്നെ അടിസ്ഥാനപ്പെട്ട് ജീവിച്ച അച്ഛൻ്റെ ജീവിതത്തിൽ, ഈ ഇടവക ജീവിതത്തിൽ എവിടെയെങ്കിലും ദൈവം നേരിട്ട് ഇറങ്ങി വന്നതായിട്ടുള്ളൊരു അനുഭവം അച്ഛൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനായിട്ട് സാധിക്കും? ഈ ദൈവാനുഭവം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ മനുഷ്യരുടെ ദൈവാനുഭവം അറിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, പക്ഷേ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ? റയറസ്റ്റ് ഓഫ് ദ റയർ എന്ന് പറയുന്നത് അപൂർവമാണ് അത്ഭുതം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം കാണിക്കുന്ന അത്ഭുതമൊന്നുമല്ല, അത്ഭുതമായിരിക്കുകയല്ല. അപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് ജനങ്ങളോടെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഈ തത്വങ്ങളൊക്കെ പറഞ്ഞാലും ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്, അനുഭവ പാഠങ്ങളുണ്ട്. അനുഭവത്തിലൂടെയാണ് നാം വളരുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ അനുഭവങ്ങൾ ഉണ്ടായത് എൻ്റെ ആദ്യത്തെ ഇടവകയായ കുണ്ടുതോട്ടിലാണ്. 3 വർഷം ഉണ്ടായിരുന്നു, ആദ്യം 3 വർഷം. അപ്പോൾ ഇതിനാട്ടോട് ചെല്ലുന്നു, പാവപ്പെട്ട ആളുകളെന്നെല്ലാം പറഞ്ഞ അവിടുത്തെ ആൾക്കാരെല്ലാം. പക്ഷെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു, കുറേ പേര് പ്രത്യേകിച്ചും കുടുംബനാഥന്മാർ പള്ളി വരുന്നില്ല, കുമ്പസാരവും കുർബാനയില്ല എന്ന്. അപ്പം ഞാൻ രഹസ്യമായിട്ട് ഒരു ലിസ്റ്റ് എടുത്തു പിന്നെ കുമ്പസാരിക്കാത്തവരുടെ. എന്നിട്ട് ഒരു ദിവസം വൈകുന്നേരം ആരെയും കൂട്ടാതെ ഞാൻ തന്നെ ഇടവകയുടെ ഏറ്റവും അതിർത്തിയിലുള്ള ഒരു ചേട്ടൻ്റെ വീട്ടിൽ ചെന്നു. ഭാഗ്യത്തിന് ചെന്നപ്പോൾ ചേട്ടൻ വീട്ടിലല്ല, പറമ്പിൽ കപ്പയ്ക്ക് കൂടും കൊണ്ടിരിക്കുക. അപ്പോൾ ചേട്ടനെ ഞാൻ അവരിലേക്ക് ചെന്നു, അവിടെ ചേട്ടനെ കണ്ടു. കുഞ്ഞേട്ടൻ ഞാൻ വന്നിരിക്കുന്നത് ഒരു കാര്യം കുഞ്ഞേട്ടൻ പറയാം, കാര്യങ്ങൾ സംസാരിച്ച ശേഷം ഞാൻ വന്നപ്പോൾ ഇതുവരെ പള്ളി വന്നിട്ട് സംസാരിച്ചിട്ടില്ല. അത് ശരിയല്ലല്ലോ, നമ്മൾ വിശ്വാസികളല്ലേ, ക്രൈസ്തവരല്ലേ എന്ന് ഞാൻ കുഞ്ഞേട്ടനോട് പറഞ്ഞു. പുള്ളി ആ തൂമ്പായും കഷത്തി ഇങ്ങനെ കൈയും വെച്ച് ഇങ്ങനെ നിന്നിട്ട്, അച്ഛൻ ഏതായാലും എന്നെ അന്വേഷിച്ച് വന്നതല്ലേ, ഞാൻ സംസാരിക്കാൻ വരാം അച്ഛ എന്ന് പറഞ്ഞു. ശരി, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പോരുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഒരു ചെറിയ പള്ളിമുറിയാണ്, സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഞാൻ രാവിലെ ഭാഷങ്ങൾ കഴിഞ്ഞ് ഫ്ലോയിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ചേട്ടൻ അതൊക്കെ നിൽക്കുകയാണ്. നേരം 5:30-5:45 അവിടെ വന്നു. നോക്കിയപ്പോൾ ശരിക്കും ഉണങ്ങാത്തൊരു ഷർട്ട്, തലേ ദിവസം അലക്കിയിട്ടതാണ്, പുളി കൈ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നതാണ്. ഇപ്പോഴും ആ രംഗം ഓർക്കുമ്പോൾ എനിക്ക് വികാരം വരും. എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പോയി കെട്ടിപ്പിടിച്ചു. ചേട്ടൻ പോയിട്ട് ഒരുങ്ങിക്കോ, പള്ളി ഒരുങ്ങിക്കോ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ചേട്ടൻ കൂടി ഞാൻ പള്ളിയിൽ പോയി, ഞാൻ തന്നെ പള്ളി തുറന്നു കൊടുത്തു. മനോഹരമായി സംസാരിച്ചു. എന്തോ ഒരു പ്രശ്നം, ഒരു അച്ഛനോട് ഗർഭേശ്വരനോട് പ്രശ്നമുണ്ടായി. കല്യാണം കഴിഞ്ഞ പിന്നെ പള്ളിയിൽ പോയിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. ഏതായാലും അതെനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. ആളുകൾ വന്നപ്പോൾ കുഞ്ഞേട്ടനെ കണ്ടപ്പോൾ ആൾക്ക് അത്ഭുതമായി പള്ളി കാണാത്ത മനുഷ്യനെ കണ്ടപ്പോഴത്തേക്കും പിന്നെ ഞാൻ അത് മുതലെടുത്തുകൊണ്ട് ഈ പറഞ്ഞ 48 പേരുടെ വീട്ടിലും പോയി അവരെ കണ്ടു എല്ലാവരും സംസാരിച്ചു. അത് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ പൗരോഹിത്യത്തിലെ അനുഭവങ്ങൾ, എൻ്റെ പൗരോഹിത്യത്തിലെ ഏറ്റവും വലിയ അനുഭവത്തിലൊന്നായിരുന്നത്. അതായത് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ഏത് ഭാവിയും മാനസാന്തരപ്പെടുമെന്ന്. നമ്മൾ ഇറങ്ങി തിരിക്കണം, നമ്മൾ പുറകെ ചെന്ന് കഴിഞ്ഞാൽ വരും, ഒരു സംശയവുമില്ല. കർത്താവിൻ്റെ പറഞ്ഞൊരു വചനമുണ്ട്, 99 നല്ല ആടിനെയും ആലയെ വിട്ടിട്ട് കാണാതെ ഇതിനെ തേർപ്പെടുന്ന ഇടയനാകാനാണ് ഓരോ വൈദികനും അവിടുന്ന് നമ്മളെ അയച്ചിരിക്കുന്നത്. അതെനിക്കൊരു തത്വം ഞാനിതൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എല്ലാ ഇടവകയിലും ഞാൻ എന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇടവകയിലായിരുന്നപ്പോഴൊക്കെ ഈ കാര്യം ഞാൻ ഇതുപോലെ ഞാൻ ആളുകളെ പോയി തേടിപ്പോയിട്ടുണ്ട്. അവരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ചെന്ന് അവരെ വിളിച്ചു കഴിഞ്ഞാൽ, സ്നേഹത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ ശാസിച്ചോ കോപിച്ചോ ഒന്നും ആയിരിക്കരുത്. നേരെ മറിച്ച് വിളിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം. എൻ്റെ പൗരോഹിത്യ ജീവിതാനുഭവമാണത്.
ആധ്യാത്മിക രംഗത്ത് ഞാൻ അങ്ങനെ പ്രവർത്തിക്കണമെന്ന് എനിക്ക് എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠമാണത്. അതുപോലെ തന്നെ ആ ഇടവകയിൽ തന്നെ എനിക്ക് വേറൊരു അനുഭവങ്ങളുണ്ടായതിനോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ പതുക്കെ നടക്കാൻ പോയി ആളുകൾ വീട് വെച്ച് പോവുകയാണ്. അപ്പോൾ വൈകുന്നേരം ഒരു വീട്ടിൽ ചെന്ന് 2 പിള്ളേരുണ്ട് കൂടെ, സ്കൂൾ വിട്ട് വന്ന സമയമാണ്, പിള്ളേരുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തെ ഒരു ചെറിയ വീടാണ്, 4 മാടം പോലെ ഒരു വീടാണ്. വീണ്ടും ഒരു വരാന്തയിൽ ഒരു പയ്യൻ ഇരിപ്പുണ്ട്, ചുറ്റി പിടിച്ചുകൊണ്ട്. ഒരു 5-8 വയസ്സ് കാണും. മഴയുണ്ട്, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എങ്കറിച്ചൊന്ന് ഞാൻ ചോദിച്ചു, മോൻ ഇവിടെ ആരുമില്ലേ, മോൻ മാത്രമേ ഉള്ളോ? ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പം അപ്പച്ചൻ പണിക്ക് പോയി, അമ്മ അകത്ത് കിടപ്പുണ്ട്. എനിക്ക് എന്നാ പറ്റിയേ? സുഖമില്ലാതെ കിടക്കുക. കിടപ്പാണ് അമ്മ. ഞാൻ മോളെ പേരെന്നാ മേരി എന്നത് പേര് പറഞ്ഞ് ഞാൻ പേര് വിളിച്ചിട്ട് അവൾ അതൊക്കെ മൂളുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, മോനൊരു മഴ പെയ്യുന്നുണ്ട്, ചെറിയ വീടാണ്, അകത്ത് വെളിച്ചമില്ല, ഒരു വിളക്ക് കത്തിച്ചോണ്ട്, ഒരു മണ്ണവിളക്ക് കത്തിച്ചുകൊണ്ട് വന്നു. ആ വിളക്ക് കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു നിലത്തൊരു പാ വിരിച്ചിട്ടുണ്ട്. ആ പാവരൊരു 10-30 വയസ്സ് കാണുമായിരിക്കും. ഒരു സ്ത്രീ കിടപ്പുണ്ട്. എല്ലും ദൂരമായൊരു അവസ്ഥ. കിടന്ന് കിടപ്പിൽ പതുക്കെ കൈകൂട്ടി സ്തുതിയെല്ലാം ശ്രമിച്ചവർ കാര്യം ചോദിച്ചപ്പോൾ അവർക്ക് ക്യാൻസറാണ്. തുട മുഴുവൻ നശിച്ചു പോയിരിക്കുന്നു. അസ്ഥി മാത്രമായി വേദന, ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥ. ആ കുടുംബക്കാർ എല്ലാം പാവങ്ങളാണ്, ആരും ഇവിടെ സഹായിക്കാനായിട്ടില്ല. അന്ന് വൈകുന്നേരം തന്നെ ഞാൻ 2 കൈരന്മാരെ വിളിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞു, അവരെ ഭർത്താവ് കുടിയനുമാണ്, എങ്ങനെയെങ്കിലും ആശുപത്രി കൊണ്ടുപോകണം, നമുക്ക് സങ്കടമാണിതെന്ന് പറഞ്ഞു. അവരേതായാലും ജീപ്പും കൂട്ടി വടകര ആശുപത്രി കൊണ്ടുപോയി ആക്കി. അതിന് 4 പക്കം ആ സ്ത്രീ അവിടെ കിടന്ന് മരിച്ചു. ഞാൻ ഇത്രയോളം മരിക്കുന്നതെന്ന് 100% ഉറപ്പാണ്. അത്രയും അവശതയായിട്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് അന്ന് ഈ ഭർത്താവ് അവിടെയുണ്ട്. ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പൈസയിൽ കയ്യിൽ എങ്ങനെയും കൊണ്ടുവരണം. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു കൂട്ടുകാരനെ കിട്ടി. അവനെയും കൂട്ടി ഒരു ജീപ്പും പിടിച്ച് രാത്രിയിലെ ബോഡി എടുത്തുകൊണ്ട് പള്ളിമുറി വന്നു. പള്ളിമുറി വന്നിട്ട് അവർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് അങ്ങോട്ട് പോയി ചെറിയ തോട് കിടക്കണം. 2 പേരുള്ളതാണ്. രാത്രി 10-12 വീട്ടിലേക്ക് പോകണമെങ്കിൽ 10-12 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇവർക്ക് വെളിച്ചമുള്ളൊന്നുമില്ല, അന്നത്തെ കാലമല്ലേ. അപ്പം ഇവർ പള്ളിമുറി ബോഡി കൊണ്ടുവന്നു. ജീപ്പുകാരൻ തകരെ കിട്ടും അവന്, കാരണം ഒരു ബോഡി കയറ്റെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഓട്ടം കിട്ടുകയില്ല. അവനെങ്ങനെയും വെളുക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. അവനേതായാലും തകരെ കൂട്ടി ഉടനെ ബോഡി എടുത്ത് പള്ളിമുറിക്ക് ഒരു ചെറിയ അരപ്പത്തിയുണ്ട്, ഇങ്ങനെ വരാന്ത, ഒരു കുഞ്ഞു വരാന്തൻ്റെ അരപ്പത്തിയുണ്ട്. ആ ഒരു തടിക്കൂട്ടി പെട്ടിക്കകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ആ പെട്ടി എടുത്ത് വരാന്തയെ കൊണ്ടുവന്ന് വെച്ചു. ഞാനിത് പോയി അവിടെ നിന്ന് അല്പം പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ നല്ല ഡ്രസ്സില്ല, മഴ നനഞ്ഞിരിക്കുന്നു, വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് വരാം, ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞു. കൂട്ടുകാരൻ ഒരു മുട്ട വിളക്കും കത്തിച്ച് ഞാനും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവർ 2 പേരും നേരം 10 മണി കഴിഞ്ഞു. 2 പേരും പോയി വീട്ടിൽ പോയി. ഞാനവിടെ വന്ദേം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ തിരിച്ചു വരുന്നില്ല. ഇത് പറ്റുമെന്ന് വെച്ചാൽ ഇവർ ശവം കൊണ്ടിരുന്നല്ലേ, അല്പം കുടിച്ചിട്ടാണ് വന്നത്. ആ കുടിക്ക് അവിടെ ചെന്ന് കിടന്നുറങ്ങിപ്പോയി. രാവിലെ 5:30 ആയപ്പോഴത്തേക്ക് ഒരു പയ്യനുണ്ട്, സ്കൂളിൽ പോകുന്ന പഠിക്കുന്ന പയ്യനാണ്, കപ്പിയാരുമായിട്ട് പ്രവർത്തിക്കുന്നത്. അവൻ മഴയ്ക്കുമ്പോഴത്തേക്ക് അവനെ ഞാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി പെട്ടെന്ന് കുടിച്ച് റെഡിയായിട്ട് വന്നു. പിന്നെ 3-4 ജാഡിമാരൊക്കെ വന്നു, അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ദിവസം കൊണ്ട് അത് കഴിഞ്ഞിട്ട് കുർബാന സമയമാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ബോഡി പള്ളി കൊണ്ടേ വെച്ചു. കുർബാന കഴിഞ്ഞ് ഞങ്ങൾ അവർ തന്നെ പോയി കുഴി കുത്തി അടക്കുകയും ചെയ്തു. ആ പ്രദേശം പറഞ്ഞ് ഞങ്ങൾ അത്ഭുതപ്പെടും. 1 കിലോമീറ്റർ ചുറ്റിനളവിൽ ഒറ്റ മനുഷ്യരില്ലാത്ത സ്ഥലമാണ് ഈ പള്ളിമുറി ഇരിക്കുന്നത്. അവിടെ ആണ് ഞാൻ ഈ രാത്രി മുഴുവനും ഈ ബോഡി ശവശരീരത്തിന് കാവലിരുന്ന് ഒരു രാത്രി മുഴുവൻ ഇരുന്നു. പിന്നീട് പലപ്പോഴും ഈ കഥ പറയുമ്പോൾ പലരും ചോദിച്ചു, അച്ഛന് പേടിയുണ്ടായില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയൊന്നും തോന്നിയില്ല, എൻ്റെ പേടിയൊക്കെ മാറിയെന്ന് ഞാൻ പറഞ്ഞു. അതോടുകൂടി എൻ്റെ സർവ്വ ഭയങ്ങളും എന്ന് പറഞ്ഞാൽ ഒന്നിനും പേടിയിലിരിക്കുന്നു വാസ്തു പറഞ്ഞാൽ എൻ്റെ സർവ്വ ഭയങ്ങളും അതോടുകൂടി മാറി തമ്പരാൻ മാറ്റി തന്നായി വിശ്വസിക്കുക. അതൊരു അനുഭവമായിരുന്നു. വലിയൊരു ഇദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് കണക്കാക്കുന്നത്. അതെന്നെ സ്വാധീനിച്ചത്. മനുഷ്യൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ തമ്പരാനെ. വാസ്തു പറഞ്ഞാൽ നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നു, മരിച്ചു കഴിഞ്ഞിട്ട് കൂട്ടിരിക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥ, ഒരു തരത്തിൽ ഭീകരാവസ്ഥയായിരുന്നു. പക്ഷേ അതിൽ എൻ്റെ കണ്ണ് തുറപ്പിച്ച, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ചില അനുഭവങ്ങളിലൂടെയാണ് ഞാൻ എൻ്റെ പൗരോഹിത്യഞ്ഞ് ഇന്നത്തെ അവസ്ഥ ഏതാണോ അതിലായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ അവിടെയുണ്ട്. 5 പേര് ഒരു രാത്രിയിൽ ഞാൻ ഒരു ഭയങ്കര മഴക്കാലത്ത്
രോഗലേപനം കൊടുത്ത്, കാരണം അന്നത്തൊക്കെ നിർബന്ധമാണ് മരിക്കുന്ന സമയത്ത് അച്ഛനെ അടുത്തുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കും, അവർ നമ്മളെ എങ്ങനെയും കൂട്ടി നമ്മൾ പോവും, കുഴപ്പമില്ല. ഞാൻ അന്നത്തെ കാലത്ത് ഞാനൊരു ചെറിയ ബാഗ് എപ്പോഴും എൻ്റെ കിടക്കടി അടുത്ത് കരുതാക്കി വെച്ചിട്ട് ഏത് സ്വാതന്ത്ര്യക്കും ആൾ വരാം. കാരണം പിന്നെ മലമ്പനി ഇഷ്ടം പോലെയുണ്ട്, ഈ മാറാരോഗങ്ങൾ, മഴക്കാലം ഇഷ്ടംപോലെ ആൾ മരിക്കുന്നു. ഒരു ഏത് രാത്രിയിലാണേലും അച്ഛൻ ആ സമയത്ത് തന്നെ പിന്നെ പോകുമായിരുന്നു. തീർച്ചയായിട്ടും സംശയമില്ല, അങ്ങനെയാണല്ലോ അച്ഛൻ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നില്ല അന്നത്തേക്കത്ത് അങ്ങനെയാണ്. രാത്രി അന്ന് ആശുപത്രി പോക്കില്ല, വീട്ടിൽ കിടന്ന് പ്രായം ചെന്നിടൊക്കെ മരണം വീടുകളിലാണ്. അപ്പോൾ നാച്ചുറലി വീട്ടിൽ കിടന്ന് മരിക്കുമ്പോൾ അച്ഛന് സാധനം ആവശ്യമുണ്ട്, അവരാഗ്രഹിക്കും അച്ഛനടുത്തിന് അവസാനത്തെ ഒടുക്കത്തെ പ്രശ്നം എന്ന് പറയുക, ഒരു അവസാനത്തെ ഒരു ആശീർവാദം കൊടുത്ത് അച്ഛൻ പാവവും പോക്കി മരിക്കുന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നുണ്ട് അവർ. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ആ കാലഘട്ടം കഴിഞ്ഞിട്ട് രണ്ടാമത് കാലഘട്ടം ഞാൻ പരീക്ഷയിലേക്ക് വരുമ്പോൾ എനിക്ക് ഉണ്ടായ വ്യത്യാസം ഇതാണ്. 13 വർഷങ്ങൾ ഞാൻ തലശ്ശേരി സെമിനാരിലായിരുന്നു. കാല് പെട്ടെന്ന് കടന്നുപോയി. ആ കാലഘട്ടത്തിൽ നമ്മുടെ ആ ഒരു ദാരിദ്ര്യാവസ്ഥ മാറിയിട്ട് ഒത്തിരി മെച്ചപ്പെട്ട അവസ്ഥയാണ്. ഞാൻ ചെല്ലുമ്പോൾ മച്ചാൻ കെട്ടി, അതായത് മരത്തിൻ്റെ മുകളിൽ വീട് കെട്ടി താമസിക്കുന്നവരുണ്ട്, ഗുഹയിൽ കിടക്കുന്നവരുണ്ട്, ഒരാളിൽ ഒരു വീട് വെച്ചൊക്കെ ചെന്നപ്പോഴത്തേക്കും പാലായിൽ നിന്ന് വന്ന ഒരു ചേട്ടനും ചേട്ടത്തിയും 2 പിള്ളേരും ഉണ്ട്. അവർക്ക് വീട് കിട്ടിയില്ല. അന്നൊക്കെ ഒരു പാറയുടെ പിന്നെ പൊത്തിനകത്ത് ഇവർ കിടക്കുക. അവർക്ക് അത്യാവശ്യം പായം അതിനകത്ത് ജനത്തെ കിടക്കുന്നത്, മഴയൊന്നും നനയാലോ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷേ കണ്ടൊരു അത്ഭുതം ഇതാണ്, 2 കല്ല് പൊക്കി വെച്ചിട്ട് പാലായിൽ നിന്ന് അവർ കൊണ്ടുവന്ന അച്ഛനവിടുത്തെ അച്ഛൻ മഞ്ചരിച്ചു കൊടുത്തൊരു ദൈവത്തിൻ്റെ രൂപം അവർ വെച്ച് ആരാധിക്കുന്നുണ്ട്. അതാണ് അവരുടെ ആ പഴയ അവസ്ഥ, ശക്തി. അച്ഛൻ്റെ വൈദിക ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ കാലം സേവനം ചെയ്തത് തലശ്ശേരി, താമരശ്ശേരി, മാനന്തവാടി രൂപതകളിലാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മലയോര കുടിയേറ്റ ജനതയുടെ ഒരു കുടിയേറ്റ കാലഘട്ടം മുതൽ ഇന്ന് ഈ 2024 കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്നതിന് വരെയുള്ള നമ്മളുടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതം അച്ഛൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. ഇവരുടെ ദൈവാശ്രയത്വ ബോധം എത്രത്തോളം നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വേര് പിടിച്ചുള്ള വളർച്ചയ്ക്ക് ഇവിടെ കേരളത്തിൽ കാരണമായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ പുതിയ തലമുറയിലെ യുവാക്കളോട് അവരുടെ ജീവിതത്തിലെ ദൈവാശ്രയത്വ ബോധത്തെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഇത് രണ്ടും വളരെ വ്യത്യസ്തമാണ് മനെ. കാരണം എങ്ങനെയാണ് ഒരു ആശ്രയബോധം ഉണ്ടാകുന്നത്? 2 തരത്തിലാണ്. ഒന്ന്, എനിക്ക് കാലിൽ നിൽക്കാൻ കഴിവില്ലാത്തപ്പോൾ ഞാൻ അവരെ ആശ്രയിക്കും. അമ്മ കുഞ്ഞിനെ എപ്പോഴും ആശ്രയമാകുന്നത്, കുഞ്ഞിനെ നടക്കാൻ പറ്റാത്തപ്പോൾ കുഞ്ഞിനെ എപ്പോഴും കരയും വിളിക്കാം, അമ്മയെ വിളിക്കാം, അമ്മ എടുത്തുകൊണ്ട് പോകും. പറക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്രനായി ആശ്രയത്തിൻ്റെ ആവശ്യം കുറഞ്ഞു വരുന്നു. ഇവിടെ ഭൗതികത ആണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമെന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ ആശ്രയബോധം കുറയും. കാരണം ഇന്ന് ഭൗതികമായിട്ട് നമുക്ക് ഒത്തിരി വളർന്നു. നമുക്കിന്ന് ബുദ്ധിമുട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മക്കൾ ഒത്തിരി പേര് പുറത്ത് പോയി ജോലി ചെയ്യുന്നു, പൈസ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇന്ന് അത്യാവശ്യം നല്ലപോലെ ജീവിക്കാനുള്ള നിലവാരം വളരെ മെച്ചപ്പെട്ട് കഴിയുമ്പോൾ നാച്ചുറലി ഇതാണ് നമ്മുടെ ഏക ലക്ഷ്യമെങ്കിൽ, ഭൗതികതയാണെങ്കിൽ തീർച്ചയായിട്ടും മരണത്തെ പുറകെ പോകും. മനുവരെ ആശ്രയിക്കേണ്ട കാര്യമില്ല, ദൈവത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ദൈവാശ്രയബോധം കുറഞ്ഞു വരുന്നു. അതേസമയം ദൈവാശ്രയബോധം എന്നുള്ളത് എൻ്റെ സമ്പത്തിനെ ആശ്രയിച്ചല്ലായിരിക്കുന്ന എനിക്ക് ബോധ്യം വരുമ്പോൾ ഞാൻ ദൈവത്തിൽ എന്നെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. എൻ്റെ അമ്മ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴും വലുതായിരിക്കുമ്പോഴും എനിക്ക് പ്രായം ചെന്നാലും എൻ്റെ അമ്മയാണെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ അമ്മയെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അമ്മയുടെ കാലം കഴിഞ്ഞു, എനിക്ക് അമ്മേൻ്റെ ആശ്രയിക്കുന്നത് എൻ്റെ കാലമായി ഞാൻ ഏറ്റുപാട്ടിന് പോകുന്നുള്ളത് ഒരിക്കലില്ല. അമ്മയാണ്, ദൈവമാണ്. ആ ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ദൈവത്തെ വിട്ടുപോകുന്നു.